എൻ്റെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അത് വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മോനാണ്. പിന്നെ ആ ഒരു 3x സൂം ചെയ്തേ, ആ മിടുക്കൻ. ഇനി ലോസ്ലെസ് 6x സൂം ചെയ്തോ, വാ അടിപൊളി. ഇനി തിരിച്ച് 3x തന്നെ പോയിക്കോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആള്, അയാൾ ട്രാവലിലും ബഹുകേമനാണ്. പ്രണവ് മോഹൻലാലാണോ അത്? അല്ല, പ്രണവ് മോഹൻലാൽ അല്ല, സോറി. ഇത് ലോകമെമ്പാടും 10 മില്യൺ യൂണിറ്റിലധികം വിറ്റഴിച്ച പുതിയ പോക്കറ്റ് ക്യാമറ എന്നൊരു കാറ്റഗറി തന്നെ തുടങ്ങിയ, പോക്കറ്റ് ക്യാമറ എടുത്ത് നെഞ്ചിലോട്ട് വെച്ച DJI Pocket 3 എന്ന ക്യാമറയുടെ സക്സീഡറാണ്. കാണിച്ചു തരാം. ഈ പോക്കറ്റ് 4Pയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ആഷിഖ് അസീം. ഞാൻ നിങ്ങളുടെ ചിലപ്പോൾ ഫേവറേറ്റ് ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ. വെൽക്കം ടു ഫോട്ടോ ചാനൽ. അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. തുറന്നു നോക്കാം. ഇതിൻ്റെ ബുക്ക്ലെറ്റും സ്റ്റിക്കേഴ്സൊക്കെയാണ്. ക്യാരി കേസ്, അതൊരു കോമ്പാക്റ്റ് ക്യാരി കേസാണ്. ഇതിൻ്റെ ഫുൾ സാധനങ്ങൾ ക്യാരി ചെയ്യാനുള്ള കേസ് വേറെ തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെ പോക്കറ്റ് 4 Pro. പിന്നെ അതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ ഫ്രെയിം ടാപ്പ്, ഇതൊരു റിമോട്ട് കൺട്രോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു DJI Mic 3, പിന്നെ മൈക്കിൻ്റെ ഡെഡ് ക്യാറ്റ്, പിന്നെ ഒരു ട്രൈപോഡ് ബേസ്, പിന്നെ അതിൻ്റെ ഒരു മിനി ട്രൈപോഡ്, പിന്നെ ഒരു ഫിൽ വീഡിയോ ലൈറ്റ്, പിന്നെ അതിൻ്റെ USB ഡാറ്റ ട്രാൻസ്ഫർ കേബിളും ലിനിയാർഡ്സും ഉണ്ട്. മറ്റൊരു സെറ്റ് ഓഫ് കേബിൾ, ഇത് പിന്നെ മൈക്ക് ചാർജ് ചെയ്യാനുള്ള കേബിൾ. ഇത്രയും സാധനങ്ങളാണ് ഈ ക്രിയേറ്റർ കോംബോയിൽ വരുന്നത്. ഇപ്പോൾ DJI 4P ഇറക്കുന്നതിന് മുമ്പായിട്ട് പോക്കറ്റ് 4 എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ഇറക്കിയിരുന്നു. പക്ഷേ ഈ ഒരു റിവ്യൂ വീഡിയോയിൽ നമ്മൾ പോക്കറ്റ് 3യുടെ സക്സീഡർ ആയിട്ടാണ് ഈ ഒരു പോക്കറ്റ് 4Pനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില ഏരിയകളെ കമ്പയർ ചെയ്യുന്നത് ആ ഒരു പോക്കറ്റ് 3 ആയിട്ടായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ വന്ന ഒരു ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ആക്സസറിയാണ്. ഇതാ ഈ ഒരു റിമോട്ട് കൺട്രോളാണ്. ഇതിലുള്ള സ്ക്രീൻ ടച്ച് സ്ക്രീനാണ്. പിന്നെ ജോയ്സ്റ്റിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെക്കോർഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ഉണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാമറ സ്വിച്ചും അതേപോലെ ലോസ്ലെസ് സൂമും ചെയ്യാൻ പറ്റും. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു സൂമിംഗ് ഇല്ലേ, അത് വേറെ ആരും ചെയ്തതല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇതാ ഈ സൈഡിലൊരു ബട്ടൺ, അത് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3x സൂമിലോട്ട് പോകും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6x ലോസ്ലെസ് സൂമിലോട്ട് പോകും. പിന്നെ ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ തിരിച്ച് 1x തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ഫേസ് ട്രാക്കിംഗ് ഓൺ ആണ്. ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ലാതെ ഗസ്റ്റർ കൊടുത്തുകൊണ്ട് നമുക്ക് ഫേസ് ട്രാക്കിംഗ് ഓൺ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് ഞാൻ ഓഫ് ചെയ്തു, നോക്കിക്കോളൂ. ട്രാക്കിംഗ് വീണ്ടും ഓണായി. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെ ചേഞ്ചസാണ് വന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഡിസൈൻ എലമെൻറ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് DJIയുടെ പോക്കറ്റ് 3. ഇതിലിങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഇവർ കൊടുത്തിരുന്നു. ആ കേസ് ഇപ്പോൾ ഇവർ ഫുള്ളായിട്ട് ഒഴിവാക്കി. പകരം നമ്മൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ കണ്ട ഒരു പൗച്ചാണ് കൊടുക്കുന്നത്. 3 ക്യാമറയുടെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പോക്കറ്റ് 3യിൽ നിന്നും 4നും 4Pക്കും വന്ന കീ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഒരു 2 കസ്റ്റം സ്വിച്ചസ് ആണ്. പോക്കറ്റ് 4Pയിൽ ഒരു ലോസ്ലെസ് സൂം കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂം ബട്ടൺ. പോക്കറ്റ് 4Pയിലോട്ട് വരികയാണെങ്കിൽ ഡ്യുവൽ ലെൻസും അതേപോലെ രണ്ടാമത്തെ ലെൻസിന് ഒരു 6x ലോസ്ലെസ് സൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ. അപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് 3x ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് 6x ലോസ്ലെസ് സൂമിലോട്ടും പോകും. പിന്നെ ഒരു ക്ലിക്ക് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ 1x തിരിച്ചു. പോക്കറ്റ് 3 നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അതിനില്ല. അപ്പോൾ അതല്ലാതെ ബാക്കി ഡിസൈനൊക്കെ സെയിം ആണ്. 4നും 4Pക്കും സ്ലൈറ്റ്ലി ബോഡി ഇച്ചിരി വലുതായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് സെയിം ആക്സസറീസ് എല്ലാത്തിനും ഫിറ്റ് ആവും. ഇനി പിന്നിലോട്ട് വരികയാണെങ്കിൽ 3യിൽ നിന്നും 4നും 4Pക്കും കണ്ടതാ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്യുന്ന രീതിയിലിട്ടാട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊരു കുറച്ചുകൂടെ റൗണ്ടഡ് ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടുന്ന, കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ കൺട്രോൾ കിട്ടുന്ന ഒരു ടൈപ്പിലേക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെമ്മറി കാർഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെമ്മറി കാർഡ് ഇടുന്ന സ്ഥലത്തിന് ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ സ്പെക്കിൽ എന്തൊക്കെ ചേഞ്ചസാണ് വന്നത് നോക്കാം. 2 ക്യാമറയിലും 4K 60 FPS ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. സ്ലോ മോഷൻ മോഡിലേക്ക് പോവുകയാണെങ്കിൽ പോക്കറ്റ് 3 4K 120 FPS ആയിരുന്നു. എന്നാൽ ഒരു മാസീവ് ചേഞ്ച് പോക്കറ്റ് 4 Proയിൽ വന്നിട്ടുണ്ട്. 4K 240 FPS വരെ അത് ഷൂട്ട് ചെയ്യും. 4K 120 FPS വരെ സാധാരണ പോലെ ഫുൾ സെൻസർ യൂസ് ചെയ്തുകൊണ്ടും 4K 240ലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 4K 120 മുകളിലോട്ട് 200 240 ഇത് രണ്ടിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ചെറിയ ഒരു പൊടിക്കൊരു ക്രോപ്പ് ഉണ്ടാവും. പോക്കറ്റ് 3ക്ക് 9 മെഗാപിക്സൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോക്കറ്റ് 4 Proയിലേക്ക് വരുമ്പോൾ അത് 37 മെഗാപിക്സലിൻ്റെ മാസീവ് ഫോട്ടോ എടുക്കാൻ പറ്റും. പോക്കറ്റ് 3ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലും അതൊരു യൂസബിൾ ഫോട്ടോ ആയിരുന്നില്ല, ഒരു 9 മെഗാപിക്സൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് മര്യാദയ്ക്ക് ഫോട്ടോ കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയായി മാറിയിട്ടുണ്ട്. അതേപോലെ ബാറ്ററി ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പോക്കറ്റ് 3 ഏകദേശം 2 മണിക്കൂറാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പോക്കറ്റ് 4Pയിലോട്ട് വരുമ്പോഴേക്കും ഏകദേശം 3.5 മണിക്കൂറിൻ്റെ റെക്കോർഡിംഗ് ടൈം നമുക്ക് കിട്ടും. അതേപോലെ 0 to 80% വെറും 18 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ആവുന്ന ഓപ്ഷനും ഇതിലുണ്ട്.
ഇനി പോക്കറ്റ് 3യിൽ നിന്ന് എനിക്ക് മിസ്സായ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോ മോഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 1:1 റേഷ്യോയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലില്ല. നമുക്ക് 16:9 ഹൊറിസോണ്ടലോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ഇങ്ങനെ രണ്ടും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1:1 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു എനിക്ക് പോക്കറ്റ് 3യിൽ. അതെനിക്ക് മിസ് ചെയ്യും. പിന്നെ ഒരു മേജർ ചേഞ്ച് ഉള്ളത് ഡൈനാമിക് റേഞ്ചിലാണ്. പോക്കറ്റ് 3 ഏകദേശം 13-14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചിലായിരുന്നു വീഡിയോസ് എടുക്കാറ്. എന്നാൽ ഇത് മാസിവ് 17 സ്റ്റോപ്പ് ഓഫ് ഡൈനാമിക് റേഞ്ച് ആണ് പോക്കറ്റ് 4Pയിലുള്ളത്. ഇത് നമുക്ക് ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നല്ല ഡെപ്ത് ഉള്ള വീഡിയോസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വീഡിയോ എടുക്കുന്നത് പോക്കറ്റ് 4ലാട്ടോ. ഞാൻ 4P കാണിക്കാൻ വേണ്ടി 4ലേക്ക് സ്വിച്ച് ചെയ്തതാണ്. നമുക്ക് തിരിച്ചിനി 4Pയിലേക്ക് തന്നെ മാറാം. പോക്കറ്റ് 3യും 4 Proയും തമ്മിലുള്ള ഡൈനാമിക് റേഞ്ചിൻ്റെയും വിഷ്വൽ ക്വാളിറ്റീൻ്റെയും ഡിഫറൻസ് കാണാം നമുക്ക്. മഴക്കാലമായതുകൊണ്ട് സ്ട്രോങ് സൺലൈറ്റ് ഇല്ല, ഇച്ചിരി ക്ലൗഡിയാണ്. നല്ല സൺലൈറ്റിനെ എൻ്റെ പിന്നിലാക്കിക്കൊണ്ടൊരു ഷോട്ട്. ഇതാണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഡിഫറൻസ്. രണ്ടും ഷൂട്ട് ചെയ്യുന്നത് ലോഗിലാണ്. പോക്കറ്റ് 3യിൽ D-Log M-ഉം പോക്കറ്റ് 4 Proയിൽ സാക്ഷാൽ D-Logഉം പിന്നെ അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ D-Log 2 ഉണ്ട്. നമ്മളിപ്പോൾ D-Logലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്രിയേറ്റർ കോമ്പോയിൽ വരുന്ന മറ്റൊരു ആക്സസറിയാണ് ഈ ഒരു 0.75 ലെൻസ്. ഇപ്പം നിലവിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് 20, 60, 120 ഇങ്ങനെ 3 ഫോക്കൽ ലെങ്ത്തുകളാണ് ഈ ഒരു ക്യാമറയിലുള്ളത്. ഇപ്പോൾ ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 20mm നേരെ 15mm ആയിട്ട്, അതായത് നമുക്ക് ഒരു എക്സ്ട്രാ ഫോക്കൽ ലെങ്ത് കൂടെ കിട്ടും. നമ്മുടെ പോക്കറ്റ് 3യിൽ മാഗ്നറ്റിക്കലി അറ്റാച്ച് ആവുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വന്നിരുന്നത്. എന്നാൽ ഇതിലത് മാറി. ഇതിൽ കണ്ടോ, അതിങ്ങനെ അറ്റാച്ച് ആവില്ല. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ലെൻസ് അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഊരി എന്നിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. ഇത് 20mm നിന്നും ഇപ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്ത്ത് 50mmലേക്ക് മാറി. ഒന്നുകൂടെ നല്ലോണം വൈഡായില്ലേ? ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലെൻസ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 15mm, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 20mm. പിന്നെ ഇനി ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കാറിൻ്റെ ഉള്ളിലാണ് മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന ആ ഒരു കോമ്പോയിലുള്ള മൈക്കില്ലേ, ആ മൈക്കിൽ നിന്നുള്ള ഓഡിയോ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഈ മൈക്ക് ഓഫ് ആക്കി ഞാൻ കേൾപ്പിച്ചു തരാം. മൈക്ക് ഓഫായി. മൈക്ക് ഓഫായി കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് തന്നെ ആയിരുന്നു. അപ്പോൾ റിയൽ ടൈം ഇത് ക്യാൻസൽ ആയിട്ട് ഇതിന്നുള്ള ഓഡിയോ റെക്കോർഡ് ആവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നേരിട്ട് നമ്മുടെ പോക്കറ്റ് 3യിലെ മൈക്കിൽ നിന്നുള്ള ഓഡിയോ ആണ്. നമ്മൾ ശരിക്കും വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത ആംബിയൻസ് ആണെങ്കിൽ മൈക്കിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഇല്ലേ, ഇങ്ങനെ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ കോംബോ മേടിക്കാതെ വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറ മാത്രമുള്ള കോംബോ അല്ലേ, അത് മേടിക്കാം. എന്നിട്ട് DJയുടെ തന്നെ മൈക്ക് മിനിയോ അല്ലെങ്കിൽ മൈക്ക് 3യോ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 മൈക്ക് കിട്ടും. ഈ 2 മൈക്കും വയർലെസ് ആയിട്ട് ഈ ക്യാമറ ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതുപോലെ ടോക്കിംഗ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പുറത്തുനിന്ന് ഔട്ട്ഡോർസ് ഇതിൻ്റെ മൈക്കിൻ്റെയും അല്ലാതെയുള്ള ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്യാം. ഇത് മൈക്കിൽ നിന്നുള്ള ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അത്യാവശ്യം നോയ്സി ആൻഡ് വിൻഡി ആയിട്ടുള്ള സ്ഥലമാണ്, നമ്മളൊരു ബീച്ചിലാണുള്ളത്. ഇനി ഞാൻ അതിൻ്റെ മൈക്ക് ഓഫ് ആക്കാം. മൈക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാണ്ട് തന്നെ സീംലെസ് ആയിട്ട് ഇതേപോലെ കണക്റ്റ് ആവും. ചിലപ്പോൾ ഒരു 1.5 സെക്കൻഡിൻ്റെ വോയിസ് കട്ടാവും ആ ഒരു കണക്ഷൻ്റെ ഇൻ ബിറ്റ്വീന്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഇതിൻ്റെ ക്യാമറയിൽ നിന്നുള്ള ഓഡിയോ ആണ്. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന്, വളരെ നോയ്സി ആയിട്ടുള്ള കാറ്റൊക്കെ ഉള്ളൊരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഇതിൻ്റെ ഇൻ മൈക്ക് സൗണ്ട് ക്വാളിറ്റി ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ മൈക്ക് യൂസ് ചെയ്യാതെ വ്ളോഗ് ചെയ്ത് ശീലിച്ച ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ഇച്ചിരി നോയ്സി ആയിട്ടുള്ള കാറ്റുള്ള സ്ഥലത്ത് നിന്ന് ക്യാമറ ഇങ്ങനെ അടുത്തോട്ട് പിടിച്ച് കുറച്ച് ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിയ തരക്കേടില്ലാത്ത ഓഡിയോ ക്വാളിറ്റി കിട്ടും. ഇനി നമുക്ക് ഫോട്ടോ ക്വാളിറ്റി നോക്കാം. ഇനി നമുക്ക് പോക്കറ്റ് 3യിലും പോക്കറ്റ് 4ലും കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. 1x 2 ക്യാമറയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ 1xൽ ആദ്യം ഫോട്ടോ എടുത്തിട്ട് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് കാണിക്കാം. പിന്നെ പോക്കറ്റ് 4 Proയ്ക്ക് മാത്രമല്ല 3x ഉള്ളൂ, അപ്പോൾ അതിൽ നിന്നുള്ള 3x ഷോട്ടുകളും കാണിക്കാം. 2 ക്യാമറയിലും 1:1 റേഷ്യോ, അതാണ് ഇതിലുള്ള മാക്സിമം സെൻസർ യൂസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോ. അപ്പോൾ 1:1ലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്താണ്. 3x 6x 1x
അതാണ് ഇതിലെ സ്ലോ മോഷൻ. ഇനി നമുക്ക് കുറച്ച് ലോ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാം. സൺസെറ്റ് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വെളിച്ചല്ലേ, ആ വെളിച്ചം തന്നെ എനിക്ക് ഇവിടെ കണ്ണുകൊണ്ടും കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെളിച്ചമുണ്ട്. ഫുള്ളി ലോ ലൈറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടെ ഇരുടായതിനു ശേഷം നമുക്ക് അതും ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ നോർമൽ വീഡിയോ മോഡിൽ, വേറെ വീഡിയോ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ലൈറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. അത് കുറച്ചുകൂടെ ഇരുടായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 1x നോർമൽ വീഡിയോ മോഡിലെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതിതാ 3x ആക്കി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഉണ്ടാവും. ഈ കാണുന്നത് 1x ആണ്, 3x, 1x, 3x. പിന്നെ നമ്മൾ ഇതുവരെ കണ്ട വീഡിയോസൊക്കെ ഓട്ടോ മോഡിൽ എടുത്താട്ടോ. വേറെ മാനുവൽ സെറ്റിങ്സോ മാനുവൽ ഷട്ടർ സ്പീഡ് IS ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ലോ ലൈറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഫിറ്റ് ചെയ്യൽ വളരെ സിമ്പിളാണ്. മെല്ലെ അതെങ്ങനെ ഓപ്പൺ ചെയ്യുക. പിന്നെ ഈ ബാക്കിൽ ഇലക്ട്രോണിക് കണക്ഷനില്ലേ, അത് മാച്ചാക്കി അങ്ങ് വെച്ചെടുത്താൽ മാഗ്നറ്റിക്കലി പെയർ ആയിക്കോളും. താനെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിലായിട്ട് 2 സ്വിച്ചസ് ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ആക്കാം. ഇത് അതിൻ്റെ വെളിച്ചത്തിൻ്റെ പവർ കൺട്രോൾ ചെയ്യുന്ന ബട്ടനാണ്. ലോ, മീഡിയം, ഹൈ ഇങ്ങനെ 3 സ്റ്റെപ്പ് കൺട്രോളാണുള്ളത്. ഈ സൈഡിലുള്ള ബട്ടൺ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. വൈറ്റ്, കൂള്, വാം ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഒരു മീഡിയം ലോ ലൈറ്റ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര വെളിച്ചത്തിൽ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ച് ഡാർക്കാണ് ഇവിടെ. ഇനി ഒന്ന് 3x ഇട്ട് നോക്കാം. ഇപ്പോൾ 3x ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നോക്കിയേ. നമുക്ക് നല്ല സ്ട്രീറ്റ് ലൈറ്റ് അധികം ഇല്ലാത്തൊരു ഏരിയയിലോട്ട് പോകാം. യെസ്, ഇപ്പം അധികം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കടകളുടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ലിറ്റിൽ എങ്ങനെ അത് വീഡിയോ എടുക്കുന്നതൊക്കെ മനസ്സിലാക്കാം. എഗെയിൻസ്റ്റ് വരുന്ന ചില വണ്ടികളുടെ ഹെഡ് ലൈറ്റ് ഇടയ്ക്കിൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട്. ഇപ്പോഴും നോർമൽ വീഡിയോ മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ലോ ലൈറ്റ് മോഡിലോട്ട് പോയിട്ടില്ല. ലൈറ്റ് ഇപ്പോൾ ഓഫാണ്. ഓണാക്കി തരാം. ലൈറ്റ് ലോ, മീഡിയം, ഹൈയിലിടാം. 3x പോവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. അപ്പോൾ അത്യാവശ്യം ഇരുടായ സ്ഥിതിക്ക് നമുക്ക് ലോ ലൈറ്റ് മോഡിലോട്ട് പോയേക്കാം. ആദ്യം ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെ. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ലോ ലൈറ്റ് മോഡിലാണ്. ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഓണാണ്. ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പോൾ സ്ക്രീനിൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ എന്നെ. ശരിക്കും ഇവിടെ ഇപ്പോൾ എത്ര വെളിച്ചമുണ്ട് അറിയോ? ഇത്ര വെളിച്ചം. ഇതുപോലെയാണ് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷേ ലോ ലൈറ്റ് മോഡിലോട്ട് വരുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. കൊള്ളാം അല്ലേ? നൈസല്ലേ? അപ്പോൾ ഇത് ഒരല്പം വെളിച്ചമുള്ള ഒരു ലോ ലൈറ്റ് സിറ്റുവേഷൻ ആണല്ലോ. ഇനി നമുക്ക് ഫുൾ ഡാർക്കാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇപ്പോഴും ലോ ലൈറ്റ് മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചം തീരെ ഇല്ലാത്തതെങ്കിലും ഒരു ഏരിയയിലേക്ക് പോവാം. നമ്മളിപ്പോൾ തീരെ വെളിച്ചം കുറവുള്ളൊരു സ്ഥലത്ത് വന്നിട്ടാണ്. ലൈറ്റ് ഓൺ ആക്കട്ടെ. മീഡിയം, ഹൈ, ലോയിലിടാം. ഇതൊരു ചെറിയ റോഡാണ്. അതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ചെറിയ LED സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മങ്ങിയ വെട്ടം മാത്രമേ ഇവിടെ ഉള്ളൂ. ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് എൻ്റെ കണ്ണുകൊണ്ടും കാണുന്നത്. ഇത് നമുക്കിനി ലോ ലൈറ്റ് മോഡിലിട്ട് നോക്കാം. ബാം, ലോ ലൈറ്റ് മോഡിലപ്പോൾ ഉള്ളത്. ലൈറ്റ് ഓഫ് ആട്ടോ, ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഓൺ. ലോ, മീഡിയം, ഹൈയിലിട്ടുകൊണ്ടും കാണിക്കാം. നമ്മൾ നോർമൽ വീഡിയോ മോഡിൽ ഇങ്ങനെ ഉള്ള സാധനമാണ് ലോ ലൈറ്റ് മോഡിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്യാമറ ഏത് തരത്തിലുള്ള കോണ്ടൻറ്റ് ക്രിയേഷനോ, ഇനി കോണ്ടൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ മെമ്മറീസ് ഷൂട്ട് ചെയ്യാനുള്ളൊരു ക്യാമറ നോക്കുന്ന ആൾക്കാർക്കോ എല്ലാവർക്കും നോക്കാവുന്ന ഒരു നൈസ് ക്യാമറയാണ്. ഇതിൻ്റെ 1x, 3x രണ്ടും അടിപൊളി ക്വാളിറ്റിയാണ്. സിനിമാറ്റിക് വിഷ്വൽസ് എടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു പോക്കറ്റ് ക്യാമറ അല്ലാതെ കിട്ടണമെങ്കിൽ നമുക്കൊരു 60,000-70,000 റേഞ്ചിലുള്ള ഒരു ക്യാമറ, 20,000 അറൗണ്ട് വരുന്ന ഒരു ഗിംബൽ, പിന്നെ ഒരു 10,000 രൂപയുടെ ഒരു മൈക്ക്, ഇത്രയും സാധനങ്ങൾ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് ഈ ഒരു പെർഫോമൻസ് കിട്ടുക. ഈ സംഭവങ്ങളൊക്കെ കോമ്പാക്റ്റാക്കി പോക്കറ്റിൽ കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് 4P അല്ലെങ്കിൽ പോക്കറ്റ് 4 Pro പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ഡിവൈസാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.